ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കർക്കിടക മാസത്തിൽ കഴിക്കേണ്ട രുചികരമായിട്ടുള്ള ഒരു ഉലുവാക്കഞ്ഞിയാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വന്നാലോ. ഒരു ഗ്ലാസ് ഉണക്കലരി എടുക്കാം. അത് നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം. ഇതിനകത്ത് ഉലുവാക്കഞ്ഞി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉണക്കലരിയാണ് ഉപയോഗിക്കുന്നത്. അരി നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. പിന്നീട് അര ഗ്ലാസ് ചെറുപയർ, 1/4 ഗ്ലാസ് ഉലുവ, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1 നുള്ള് മഞ്ഞൾപ്പൊടി, അരമുറി തേങ്ങയുടെ 1/4 പാൽ, 1.5 ഗ്ലാസ് വെള്ളം ചേർത്ത് 2/2 പാൽ. ഇതെല്ലാം കൂടി നമുക്കൊരു കുക്കറിനകത്തേക്ക് ഇട്ട് വേവിക്കാം. ഇവിടെ നമ്മൾ കുക്കറിനകത്തിട്ട് വേവിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് വെന്ത് വരുമല്ലോ, അതുകൊണ്ടാണ്. ഉലുവയും ചെറുപയറും നമ്മൾ തലേദിവസം വെള്ളത്തിലിടണം. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 2/2 പാൽ ചേർക്കാം. അതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പൊഴിച്ച് വേവിച്ചെടുക്കാം. ഒരു 3 വിസിൽ വരെ മതിയാകും വെന്തെടുക്കാനായിട്ട്. നമ്മുടെ ഉലുവാക്കഞ്ഞി റെഡി ആയിട്ടുണ്ടെന്ന് തുറന്ന് നോക്കാവേ. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കുക, അടിയിലൊക്കെ പിടിച്ചിരിപ്പുണ്ടോ എന്ന് അറിയണ്ടേ. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നീട് എടുത്തു വെച്ചിട്ടുള്ള 1/4 പാലില്ലേ, അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. 1/4 പാൽ ഒഴിച്ചിട്ട് പിന്നെ അധികം തിളപ്പിക്കണ്ട, നമുക്ക് തീ ഓഫ് ചെയ്യാവേ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. തുടർച്ചയായി 7 ദിവസമെങ്കിലും ഈ കഞ്ഞി കുടിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. നമ്മൾ സ്വാദിഷ്ടമായ ഉലുവാക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്ക് പോലും വളരെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. പിന്നീട് ആവശ്യമുള്ളവർക്ക് 2 ടീസ്പൂൺ നെയ്ക്കകത്ത് 1-2 ചെറിയ ഉള്ളി അരിഞ്ഞത് മൂപ്പിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. അതും വളരെ രുചികരമാണ്. ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയിൽ കാണും വരെ ബൈ.